മിഡിൽ ഈസ്റ്റിലെ മലയാളികളടക്കമുള്ള മനുഷ്യരുടെ വേദന വളരെ വലുതാണ്. ഇന്ന് രാവിലെ അല്പം രസകരമായാണെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞു വെച്ച സംഭാഷണം എന്നെ ആഴത്തിൽ സ്പർശിച്ചു. രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒരു നാട്ടിൽ നിന്ന് ഓടി ഇവിടെ എത്തിയത്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. ഇത് പലപ്പോഴും ശരാശരി മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്നൊരു വികാരമാണ്. അത്രമേൽ വലിയ യുദ്ധഭീതിയൊന്നും അവിടെ ഇല്ലെന്നാണ് വിവിധ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. പ്രത്യാക്രമണത്തിൽ ഏറ്റവും കനത്ത ആക്രമണം നടന്നത് ഖത്തറിലും ബഹ്റൈനിലുമാണ്. ഖത്തറിൻ്റെ US എയർബേസ്, കുവൈറ്റിൻ്റെ US എയർബേസും ബഹ്റൈൻ്റെ US എയർബേസും ഏറ്റവും കഠിനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. UAE ആണ് കുറച്ചെങ്കിലും ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തിയത്. ഖത്തറിലെ ദോഹയിലും ആക്രമണങ്ങൾ നടന്നു. പലപ്പോഴും നേരിട്ട് ഹിറ്റുകൾ ഉണ്ടാകുന്നതിന് പകരം അത് എയറിൽ വെച്ച് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം, എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ പെട്ടതിന് ശേഷം വീഴുന്ന കഷ്ണങ്ങളും ശകലങ്ങളുമൊക്കെയാണ് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആമസോൺ ഡേറ്റാ സെൻറ്ററിൽ UAEയിൽ ആക്രമണം നടന്നു. ആമസോൺ ഡേറ്റാ സെൻറ്റർ ആക്രമിക്കപ്പെടുന്നത് ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ യൂറോപ്യൻ താൽപ്പര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നു എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും നശിപ്പിക്കപ്പെടാനുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. എന്നാൽ US ബേസുകളിൽ നിർദാക്ഷിണ്യം അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നിശബ്ദരായി സുഖലോലുപന്മാരായി നിങ്ങൾ ഇരിക്കേണ്ടതില്ല എന്നൊരു സന്ദേശവും, അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ ഇത് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ മുങ്ങിയാൽ എല്ലാവരും കൂടെയാണ് നശിക്കാൻ പോകുന്നതെന്ന സന്ദേശവുമൊക്കെയാണ് ഇതിൽ നൽകുന്നതെന്നാണ് ഓരോരുത്തരും അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾക്ക് റമളാനും പെരുന്നാളുമൊക്കെയായി മടങ്ങി വരേണ്ടവർ, നാട്ടിലേക്ക് വരേണ്ടവർ, അതോടൊപ്പം തന്നെ ഉംറയ്ക്കും മറ്റുമൊക്കെയായി പോയ ആളുകൾ അടക്കമുള്ള ആളുകൾ അവിടെ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ സാധാരണ ഒരു മുറിക്കകത്ത് സ്വയം കതവടച്ച് കിടക്കുന്നതും പുറത്തുനിന്നൊരാൾ പൂട്ടിക്കഴിഞ്ഞ് അകത്ത് തുടരുന്നതും രണ്ട് മാനസികാവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള മലയാളികളുടെ, പ്രവാസികളായ ആളുകളുടെ സ്ഥിതിയും ഇതുപോലെയാണ്. സംഗതി ഇത് തടയപ്പെട്ടതോടുകൂടി, എയർപോർട്ട് അടച്ചതോടുകൂടി ഈ പറയുന്ന അതിൻ്റെ ഒരു പ്രയാസവും ശ്വാസം മുട്ടലും വല്ലാതെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ പറയുന്നത് ആകാശത്തു കൂടി പറന്നു പോകുന്നതും അത് തടയുന്നതും ചിലയിടങ്ങളിൽ പുകയുയരുന്നതും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ തുടരുകയാണ്. പരസ്പരം ചേരുന്ന വിശ്വാസത്തിലൂടെ, ഭരണകൂടങ്ങൾ നൽകുന്ന ഉറപ്പിലൂടെ, വിശ്വാസത്തിലൂടെ അതിനെ വിശ്വസിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പേർക്ക് വർക്ക് അറ്റ് ഹോമും ഒക്കെ നൽകിക്കഴിഞ്ഞു കമ്പനികൾ. ആളുകൾ വല്ലാതെ കേന്ദ്രീകരിക്കുന്ന സംവിധാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വ്യാജ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷാർജയിൽ അടിച്ചു എന്ന് പറഞ്ഞ വാർത്ത ഒരു ടയറിൻ്റെ ഗോഡൗൺ മറ്റോ കത്തിയതായിരുന്നു എന്നാണ് അവിടെ നിന്നൊരു സുഹൃത്ത് സ്ഥിരീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ബുർജ് ഖലീഫ ആളിനെ ഒഴിപ്പിക്കുന്നു, ആക്രമണം എന്നൊക്കെ പറയുന്ന വാർത്തകളും വ്യാജമായി പ്രവഹിക്കുന്നുണ്ട്. ആക്രമണത്തിൽ അതിരൂക്ഷമായി നടന്നത് ബഹ്റൈൻ, പിന്നെ നടന്നത് ഖത്തർ, പിന്നെ നടന്നത് കുവൈറ്റ്, പിന്നെ ദുബായ്, പിന്നെ സൗദി അറേബ്യ. ഏറ്റവും കുറവ് അല്ലെങ്കിൽ ആക്രമണം നടക്കാതിരുന്നത് ഒമാൻ മാത്രമാണ്. ഒരുപക്ഷേ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെടുകയും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തതുകൊണ്ടാവണം ഒമാനെ ആക്രമിക്കാതിരുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി പോയ എല്ലാ മനുഷ്യരും വേഗം യുദ്ധം അവസാനിച്ച് അവരവരുടെ സ്വസ്ഥതകളിലേക്കും രക്ഷപ്പെടലുകളിലേക്കും മടങ്ങട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം.